പരാതിയിൽ പറയുന്നത് ആ കുട്ടിയുടെ ഇംഗിതത്തിനെതിരെയാണ് പ്രവർത്തിച്ചതെന്നാണ്. ഞാനിതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ആ പരാതിയിൽ തന്നെ ഒരു സെൻറ്റൻസ് ഉണ്ട്. സിദ്ദിഖിനെന്നുള്ള കാശുകൾ വാങ്ങിയിട്ടുണ്ടോ? സിദ്ദിഖിന് തെളിവൊന്നും കൊടുക്കേണ്ട. പ്രോസിക്യൂഷനാണ് തെളിവുകൾ വെച്ചിട്ട് സിദ്ദിഖ് കുറ്റക്കാരനാണ് തെളിയിക്കേണ്ടത്. സെക്ഷൻ 375 എന്ന് പറയുന്ന നിയമം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന നിയമങ്ങളിൽ ഒന്നാണ്. നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥിയായി ചേരുന്നു ശ്രീ സ്റ്റാലിൻ ദേവൻ. വെൽക്കം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു വിഷയമാണ് ഈ നടൻ സിദ്ദിഖിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു കാര്യം. അതായത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തള്ളുന്നു. ആ കേസിന് സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി വരില്ല എന്നൊരു വിഭാഗം, വരും എന്ന് മറ്റൊരു വിഭാഗം. പക്ഷേ ഇപ്പോൾ എൻഡ് ഓഫ് ദ ഡേ വിധി വന്നപ്പോൾ ഏറെക്കുറെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതോടുകൂടി അദ്ദേഹം രക്ഷപ്പെട്ടു, ഇനി ഒരിക്കലും നീതി ഇരയ്ക്ക് ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു നിയമവിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? സിദ്ദിഖിന് ഇന്നലെ ലഭിച്ച ജാമ്യം അല്ലെങ്കിൽ ഇടക്കാല ജാമ്യം അത് എത്രത്തോളം അദ്ദേഹത്തിന് അനുകൂലമായി മാറും? താങ്കളുടെ ഒരു ഒപ്പീനിയൻ. അത് വളരെ അനുകൂലമായി മാറുമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം സിദ്ദിഖിന് അനുകൂലമായി മാറും. കാരണം ഇന്നലെ ഉച്ചവരെ ഞാനും കരുതിയിരുന്നത് സിദ്ദിഖിന് ഇടക്കാല ഈ മുൻകൂർ ജാമ്യം കിട്ടില്ല എന്ന് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഹൈക്കോടതി വിധിയുടെ ഒരു പ്ലെയിൻ റീഡിങ് നടത്തുമ്പോൾ അത് വളരെ ജസ്റ്റാണെന്ന് തോന്നുന്നു. കാരണം ഈ ഡിലേഡ് ഈ പരാതി 8 വർഷം പഴക്കമുണ്ട്. ഈ പരാതി 8 വർഷത്തിന് ശേഷമാണല്ലോ ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കാരണം ഞാൻ ഈ ഹൈക്കോടതി ഉത്തരവ് വളരെ നല്ല രീതിക്ക് വായിച്ചിരുന്നു. അവിടെയും ഈ പരാതി കൊടുക്കാൻ 8 വർഷം എന്തുകൊണ്ട് എടുത്തു എന്നൊരു ചോദ്യം സീനിയർ അഡ്വക്കേറ്റ് രാമപിള്ള സാർ ഉന്നയിച്ചിരുന്നു. അതിന് ഹൈക്കോടതി 4 സുപ്രീം കോടതി ഉത്തരവുകൾ ഉദ്ധരിച്ചു കൊണ്ടാണ് സുപ്രീം കോടതി ഇന്ന വിധികളിൽ ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് ആ ജഡ്ജ്മെൻറ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജഡ്ജ്മെൻറ്റ് സാധാരണ വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇതിൽ പറയുന്നത് പോലെയാണോ അതിൽ പറയുന്നത് എന്ന് നോക്കാറില്ല. നമ്മളിതൊരു ജഡ്ജ്മെൻറ്റ് പറയുന്നത് ശരിയായിരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഇന്നലെ ഉച്ചവരെ സിദ്ദിഖിന് എതിരായിട്ടുള്ളൊരു വിധി വരുമെന്ന് കാത്തിരുന്നു. ഞാൻ അത് കറക്റ്റ് 1:29 തുടങ്ങി ഞാൻ മോണിറ്റർ ചെയ്യുന്നു. 6 മിനിറ്റായിരുന്നു വാദം. പിന്നെ നോക്കിയപ്പോഴാണ് പല രീതിക്കുള്ള മുൻകൂർ ജാമ്യം അനുവദിച്ചു, സിദ്ദിഖിന് ജാമ്യം, ഇടക്കാല ജാമ്യം, പല വിധത്തിലുള്ള ഇത് വരുന്നു. അപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്നറിയില്ല. പിന്നീടാണ് ഇതിൻ്റെ ഈ ചാനലിൽ നിന്ന് ഞാൻ എൻ്റെ ഓർഡർ ഇട്ടില്ല, ഇങ്ങനെയാണ് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ജാമ്യവും കൊടുത്തിട്ടില്ല. ഇപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. എന്നിട്ട് എതിർകക്ഷികളായ ഈ അതിജീവിതയ്ക്കും സർക്കാരിനും നോട്ടീസ് അയക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇനി അവർ ഈ ഇത്രയും കാലതാമസം ഉണ്ടായതിൻ്റെ ഒരു ഡിലേക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ വീണ്ടും സംശയം എനിക്ക് തോന്നി. കാരണം ഹൈക്കോടതി 4 സുപ്രീം കോടതി ഉത്തരവുകൾ റെഫർ ചെയ്തിരിക്കുന്നു. അതേ സുപ്രീം കോടതി എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. വൈ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. അതിനുശേഷം ഞാൻ ഈ ഹൈക്കോടതി റെഫർ ചെയ്തിരിക്കുന്ന 4 സുപ്രീം കോടതി ഉത്തരവുകളും ഡൗൺലോഡ് ചെയ്തിട്ടു. അതായത് സിദ്ദിഖ് ആദ്യം ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി അവിടെ ചെന്നപ്പോൾ അത് തള്ളിക്കൊണ്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി, അതിൽ പറഞ്ഞിരിക്കുന്ന 4 സുപ്രീം കോടതി വിധികൾ. അതായത് ഈ ഡിലേ, ഈ പരാതി കൊടുക്കാനുണ്ടായ കാലതാമസം ഒരു എസ്പെഷ്യലി ഇൻ റേപ്പ് കേസസ് ഒരു പ്രശ്നമേ അല്ല എന്നുള്ള അർത്ഥത്തിലാണ് ആ ജഡ്ജ്മെൻറ്റ്. അങ്ങനെ പറഞ്ഞാണ് ഹൈക്കോടതി സിദ്ദിഖിൻ്റെ ജാമ്യം തള്ളിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 4 ജഡ്ജ്മെൻറ്റും ഡൗൺലോഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കിയപ്പോൾ അവിടെയൊക്കെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ട്രയലിൻ്റെ സമയത്ത് ട്രയൽ കോടതി മുമ്പാകെ ഈ കാലതാമസം ഒരു പ്രശ്നമായി പരിഗണിക്കാൻ പാടില്ല എന്നാണ്. അല്ലാതെ ഒരു മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന അവസരത്തിൽ അല്ല ആ ജഡ്ജ്മെൻറ്റിൽ റെഫർ ചെയ്യേണ്ടിയിരുന്നത്. അതായത്
താങ്കളുടെ വാക്കുകൾ അനുമാനിക്കുകയാണെങ്കിൽ ഹൈക്കോടതിക്ക് അവിടെ വിധികൾ വ്യാഖ്യാനിക്കുന്നതിൽ ഒരു പിഴവ് പറ്റി. ആ പിഴവ് സുപ്രീം കോടതി തിരുത്തി. തൽഫലമായി സിദ്ദിഖിന് ജാമ്യം ലഭിച്ചു. ആ പിഴവല്ല സുപ്രീം കോടതി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നൗ ദ സുപ്രീം കോർട്ട് ഈസ് മൂവിങ് ഇൻ ദ കറക്റ്റ് ഡയറക്ഷൻ. അതായത് ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ ഈ അതിജീവിത തന്നെ അവരുടെ പരാതിയിൽ കാലതാമസം ഉണ്ടായതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ട്. അത് റിലയബിൾ ആണോ അല്ലയോ എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. സംഭവം എന്താണ് ആക്ച്വലി നടന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഹൈക്കോടതി പറയുന്നു, ജഡ്ജ്മെൻറ്റ് പറയുന്നു, ഇത് റിലയബിൾ ആണോ അല്ലയോ എന്ന് ട്രയൽ കോടതി ട്രയലിന് ശേഷം തീരുമാനിക്കുക. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ അല്ലല്ല, ഹൈക്കോടതി നമ്മളെ ഹൈക്കോടതി ഈ തള്ളുന്ന അവസരത്തിൽ പറഞ്ഞത് ശരി. ആ കാര്യം ഇത് ഇവർ പറയുന്ന ഈ കാലതാമസത്തിനുള്ള എക്സ്പ്ലനേഷൻ റിലയബിൾ ആണോ അല്ലയോ എന്ന് ട്രയൽ കോടതി ട്രയലിന് ശേഷം വിധിക്ക് മുമ്പായിട്ട് പറഞ്ഞാൽ മതി എന്നാണ്. ശരി. അപ്പോൾ ആ ഒരു അസംഷനിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും ഭാവിയിൽ വിധി വരുമ്പോൾ ഈ കാലതാമസത്തിന് തന്ന എക്സ്പ്ലനേഷൻ റിലീവബിൾ അല്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ദിഖ് അനുഭവിക്കാൻ പോകുന്ന എല്ലാ തരത്തിലുള്ള മാനസികവും ശാരീരികവും എല്ലാവിധ പീഡനങ്ങൾക്കും ആര് കോമ്പൻസേഷൻ നൽകും? ഇതാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. അല്ലല്ല, ഞാൻ പറയും അത്. അപ്പോൾ ഇന്നലെ ആ ഇത് വന്നപ്പോൾ ഞാൻ വീണ്ടും കയറി പരിശോധിച്ചപ്പോഴാണ് അതിന് വ്യക്തമായ മാർഗനിർദ്ദേശം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത്തരം കേസുകളിൽ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളുന്നതിന് മുമ്പ് കോടതിക്ക് വേണമെങ്കിൽ ഈ ബന്ധപ്പെട്ട കക്ഷികളോട് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടാം. എന്തുകൊണ്ട് ഈ 8 വർഷം താമസിച്ചു? മനസ്സിലായി. അത് ഈ പരാതിക്കാരിയും കൊടുക്കണം, സർക്കാരും കൊടുക്കണം. അപ്പോൾ വേണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ഒരാഴ്ചയ്ക്ക് നിങ്ങൾ ഒരു സത്യവാങ്മൂലം നൽകി ഇതിനുള്ള എക്സ്പ്ലനേഷൻ തരണം എന്ന് പറഞ്ഞിട്ട് വിട്ടിരുന്നിട്ട് അത് വരണ സമയത്ത് ജഡ്ജി തന്നെ അത് പരിശോധിച്ച് സാറ്റിസ്ഫാക്ടറിലി ആ എക്സ്പ്ലനേഷൻ ഒരു സാറ്റിസ്ഫാക്ടറി ആണോ അല്ലയോ എന്ന് തീരുമാനിച്ച ശേഷം ഫർദർ മൂവ് ചെയ്യണമായിരുന്നു. മനസ്സിലായി. അല്ലാതെ ട്രയൽ കോടതി ഭാവിയിൽ തീരുമാനിച്ചാൽ മതി എന്ന് പറയാൻ പാടില്ല. മനസ്സിലായി. ഇപ്പോൾ നിലവിൽ 2 ആഴ്ചയിലേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. 2 ആഴ്ച കഴിയുമ്പോൾ ദസറയുടെ അവധികൾ വരും. അപ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതി തന്നെ കുറച്ചധികം നാൾ അവധിയിലായിരിക്കും. മേ ബി ഒരു 3 ആഴ്ച മുതൽ 1 മാസം വരെ ചിലപ്പോൾ എന്തായാലും മിനിമം 3 ആഴ്ചയെങ്കിലും സിദ്ദിഖിന് മുന്നിൽ അറസ്റ്റ് തടയാനുള്ള ഒരു അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ ഇതിൻ്റെ കാര്യകാരണങ്ങൾ കോടതിയെ ധരിപ്പിക്കും, അതിജീവിതയും ധരിപ്പിക്കും. എന്തായിരിക്കും ഇവരുടെ ഒരു വാദം? സർക്കാർ എന്തായാലും ഇരയ്ക്കൊപ്പമായിരിക്കും നിൽക്കുക പ്രകടമായിട്ടെങ്കിലും. അപ്പോൾ ഇവരുടെ ഒരു വാദം എന്തായിരിക്കും? ആ വാദം സുപ്രീം കോടതി എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക? താങ്കളുടെ ഒരു വിലയിരുത്തൽ. നമ്മുടെ സർക്കാരിന് ഈ കേസിൽ സാറ്റിസ്ഫാക്ടറിലി ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല ഈ ഡിലേക്ക്. കാരണം 2019 ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. എന്തായാലും സർക്കാർ അത് വായിച്ച് കാണുമല്ലോ. ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ അതിലുണ്ടായിട്ട് പോലും, പല കുറ്റകൃത്യങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും ഇതിനെ മടക്കി പെട്ടി വയ്ക്കുകയാണ് ചെയ്തത്. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ അതിജീവിത 2019 2022 ഇടയിൽ 4-5 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു. ഇത് ഈ തനിക്ക് പീഡനം അനുഭവിച്ചു എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിൽ. അപ്പോഴും സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കേസ് ചാർജ് ചെയ്ത് അന്വേഷണം ചെയ്യേണ്ട ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതും സർക്കാർ ചെയ്തില്ല. അവസാനം ഈ റിപ്പോർട്ട് വെളിയിൽ വന്നത് തന്നെ സർക്കാർ സ്വമേധയാ ചെയ്തതല്ല, ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഇത് വെളിച്ചം കണ്ടത്. ഇനി ഈ കേസിൽ സർക്കാരിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും ഡിലേക്ക്? There is no room for giving a satisfactory reply. അത് സർക്കാരിൻ്റെ ഇരയ്ക്ക് പറയാമല്ലോ. അതിന് മുമ്പ് ഒന്നും കൂടെ ആഡ് ചെയ്തോട്ടെ. ഇപ്പം സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യം സർക്കാരിനാണ്, അതിജീവിതക്കല്ല. അതിജീവിതയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവസാനം നല്ല രീതിയിൽ ട്രയൽ നടന്നതിന് ശേഷം ഈ കുറ്റവാളിയാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുക. അവിടെ മാത്രമേ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നുള്ളൂ. ശരി. ഇൻഫാക്ട് ഈ മുൻകൂർ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിജീവിതയ്ക്ക് വലിയ റോളുമില്ല. പക്ഷെ അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്നൊരു വാദം അവരുടെ വക്കീൽ ഉന്നയിക്കാമല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായും കോടതി പരിഗണിക്കില്ലേ? പരിഗണിക്കാനാണ് കോടതി എപ്പോഴും ശക്തമാണല്ലോ. ബെയിൽ അനുവദിക്കുന്ന ഇന്ന കണ്ടീഷൻ വെച്ചിട്ട് ബെയിൽ അനുവദിക്കാം. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്ത് ഹി ലൂസ് ഹിസ് ബെയിൽ. 2 ആഴ്ച കഴിഞ്ഞ് സർക്കാരിൻ്റെ വാദം പറയുന്നു, അതിജീവിത അവരുടെ വാദം പറയുന്നു. ഇത് പരിശോധിക്കുന്ന കോടതി നിലവിലെ സാഹചര്യത്തിൽ സിദ്ദിഖിൻ്റെ ജാമ്യം
അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എന്താ പറയുക കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം പിടിച്ച് കുറച്ച് അയാൾ അകത്ത് കിടക്കട്ടെ എന്നൊരു തീരുമാനം കോടതി എടുക്കാൻ സാധ്യതയുണ്ട്? ഒരിക്കലുമില്ല. കാരണം 1970 മുമ്പ് ഈ മുൻകൂർ ജാമ്യമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വിചാരിച്ചാലും ഒരു ആരെ വേണമെങ്കിലും ഒരു ജാമ്യമില്ല വകുപ്പിൽ ചേർത്തി കോടതിയിൽ കൊണ്ടുകൊടുത്താൽ നേരെ ജയിലിലാണ് പോകുന്നത്. ഈ ഒരു അവസ്ഥ പലരും മുതലാക്കുന്നു എന്നും കള്ളപ്പരാതികളിലൂടെ പലരെയും അകത്തിടുന്നതിന് ഒരു പരിഹാരമായിട്ടാണ് ലാ കമ്മീഷൻ നിർദ്ദേശപ്രകാരം 1970 മുതൽ ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന ആ രീതി തന്നെ നിലവിൽ വന്നത്. മനസ്സിലായി. അത് സെഷൻ കോടതിക്കും ഹൈക്കോടതിക്കും ആ പവർ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫും ലിബർട്ടിയും ഒക്കെ പ്രദാനം ചെയ്യും. അപ്പോൾ ഒരു കള്ളക്കേസിൽ ഒരു വ്യക്തിയെ പിടിച്ച് അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവന് നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും വിലപ്പെട്ട ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 21. അതിൻ്റെ നഗ്നമായ ലംഘനമാണ്. അപ്പോൾ ഏത് കുറ്റമായാലും അവസാനം കുറ്റക്കാരനാണെന്ന് ഒരു കോടതി കണ്ടെത്തുന്നത് വരെ അയാളൊരു ഇന്നസെൻറ്റ് പേഴ്സൺ, കുറ്റവാളി അല്ല എന്നുള്ള ധാരണയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതും കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ എന്താണ് കോടതി നോക്കുന്നത്? ഇവൻ്റെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെടാനും പാടില്ല. പക്ഷെ മറുവശത്ത് എന്താ നോക്കുന്നത്? യവനെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ വിറ്റ്നസിനെ സ്വാധീനിക്കുമോ, തെളിവുകൾ നശിപ്പിക്കുമോ, ഈ പറഞ്ഞ അതിജീവിതയെ വന്നിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമോ? അപ്പോൾ ഇതുപോലെ ഈ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പല 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 ഘടകങ്ങളുമാണ് കോടതിക്ക് പരിശോധിക്കേണ്ടി വരിക. ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുക്കാമെന്നോ കൊടുക്കണ്ട എന്നോ പറയുന്നില്ല. കാരണം ഓരോ ക്രിമിനൽ കേസും ഓരോന്നാണ്, ഓരോ സ്വഭാവമാണ്. 2 ക്രിമിനൽ കേസ് ഒരുപോലെ ഒരിക്കലും ഇരിക്കില്ല. ഈ കേസിൽ ഇര എന്തായാലും വാദിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ വക്കീൽ വാദിക്കുക, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, ഇയാൾ ആൾ കൊണ്ടും അർത്ഥം കൊണ്ടും ശക്തനാണ്, സോ ഇദ്ദേഹത്തെ അകത്തിടണം, ഇല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കും, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, സാക്ഷികളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും, കൂറുമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രേരണ, കാശൊഴുക്കൽ, ഇങ്ങനെയുള്ള സകലമാന കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യും എന്ന് അവർ സ്വാഭാവികമായും വാദിക്കും. സർക്കാർ അത് സ്വാഭാവികമായും ഡിനേ ചെയ്യാൻ സാധ്യതയില്ല. കാരണം സർക്കാർ എപ്പോഴും ഇരയ്ക്കൊപ്പമാണ് എന്നുള്ളതാണല്ലോ പുറമേയെങ്കിലും പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ സുപ്രീം കോടതി ഇയാൾ നടനാണ്, ഓക്കെ, എല്ലാം ശരിയാണ്, പക്ഷേ ഈ വാദം വെച്ചിട്ട് ഇയാൾ അകത്ത് കിടക്കട്ടെ എന്നൊരു തീരുമാനം സുപ്രീം കോടതി എടുത്താൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? സുപ്രീം കോടതി മുന്നിൽ ഉള്ള 2 ക്വസ്റ്റ്യൻസ്. ഹി ഹാസ് ബി പെർസ്യൂംഡ് ആസ് എൻ ഇന്നസെൻറ്റ് പേഴ്സൺ ആസ് ഓഫ് നൗ. സിദ്ദിഖ് കൺവിക്ട് ചെയ്തിട്ടില്ല പുള്ളി, മനസ്സിലായില്ലേ? ഹീസ് ആൻ ഇന്നസെൻറ്റ് പേഴ്സൺ. 2, പുള്ളിയെ പിടിച്ച് അകത്തിട്ടാൽ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള എന്തിനു വേണ്ടിയിട്ടാണോ ഈ മുൻകൂർ ജാമ്യ വ്യവസ്ഥ കൊണ്ടുവന്നത് സർക്കാർ, അതിൻ്റെ ലംഘനമാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ തരത്തിലുള്ള കേസ് എടുക്കുമ്പോൾ കോടതി ഒരു ത്രാസ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാം. ഒരു സൈഡിൽ ഈ അക്യൂസ്ഡിൻ്റെ റൈറ്റ്സ്, പുള്ളി അൺനെസസറി ഹറാസ് ചെയ്യപ്പെടാനോ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടാനോ അനാവശ്യമായി ജയിലിൽ കിടക്കുന്നില്ല എന്നും കോടതി ഉറപ്പുവരുത്തണം. മറ്റേ സൈഡിൽ വെച്ചിട്ട് പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ, ഫെയർ ആൻഡ് കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇതെല്ലാം കൂടി, ഈ എല്ലാ വസ്തുതകളും കൂടി ഇങ്ങനെ വച്ചടുക്കിയിട്ടാണ് കോടതി ഇതിന് ജാമ്യം അനുവദിക്കേണ്ടേ എന്നും പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പ്രകാരം അതിജീവിത അങ്ങനൊരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 8 വർഷത്തിനകത്ത് 3, 4, 5 പോസ്റ്റ് അവർ ഫേസ്ബുക്കിലിട്ടു. ശരി. അന്നൊന്നും സിദ്ദിഖ് ഈ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. സിദ്ദിഖിൻ്റെ മുൻകാല ചരിത്രത്തിൽ ഒരു ക്രിമിനൽ കേസും ഇത്തരത്തിൽ വന്നിട്ടില്ല. ശരി. അപ്പോൾ പുള്ളിയുടെ മുൻകാല ചരിത്രവും പരിശോധിക്കണം. മനസ്സിലായില്ലേ? ഇത്രയും വലിയൊരു നടൻ വന്നിട്ട് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ എവിടെ പോയാലും ആൾക്കാർ തിരിച്ചറിയില്ലേ? അദ്ദേഹത്തിന് ഈസി എസ്കേപ്പ് പോസിബിൾ അല്ല. പിന്നെ പുള്ളി എല്ലാം എന്ത് കോടതി പറയുന്ന എന്ത് കണ്ടീഷനോ അംഗീകരിക്കാൻ തയ്യാറാണെന്നാണ് പുള്ളിയുടെ പെറ്റീഷനിൽ പറയുന്നത്. ഇതൊക്കെ സമ്മതിക്കുമ്പോൾ കോടതിക്ക് എങ്ങനെ ഒരു കാരണവുമില്ലാതെ അതിജീവിത ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം പിടിച്ചകത്തിടുന്നത്, എസ്പെഷ്യലി ഇവൻ ഒരു പണിഷ്മെൻ്റായിട്ട് അതിജീവിത ആവശ്യപ്പെട്ടതുകൊണ്ട് ഒരു പണിഷ്മെൻ്റായിട്ട് പുള്ളി എടുത്ത് ഇപ്പോൾ ഇടാൻ പറ്റൂല. പക്ഷേ സർക്കാരിൻ്റെ കാര്യത്തിൽ എനിക്കെന്തോ ചില സംശയങ്ങൾ തോന്നുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഹൈക്കോടതിയിൽ തന്നെ വാദിഭാഗം പ്രോസിക്യൂഷൻ നിരത്തിയിട്ടും ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ നാം കാണേണ്ട കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ് നേരിട്ട് ചെല്ലുകയാണ്.
ഓക്കെ. അതിനോടൊപ്പം ചില പുറത്തുനിന്നുള്ള ചില പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വ്യക്തികളോ ഇതിൽ കക്ഷി ചേരാനായിട്ട് ചെല്ലുകയാണ്. അവരവസാനം കോടതി എടുത്ത് കളഞ്ഞു, അത് വേറൊരു കാര്യം. പക്ഷേ ഇവിടുന്ന് ഒരു SP നേരിട്ട് ചെന്ന് കേസ് നടത്തിക്കാനായിട്ട് ചെന്നിട്ട് പോലും ശക്തമായി സിദ്ദിഖിനെതിരെ ഒരു വാദമൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയം തോന്നുന്നു. കാരണം ഇന്നലത്തെ കോടതിയിലെ അവരുടെ ഒരു പെർഫോമൻസ് അങ്ങനെ ആയിരുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേസിൽ ഇപ്പോൾ ആരാ വാദി? സർക്കാരാണല്ലോ. അതിജീവിത ഭാവിയിലൊരു വിറ്റ്നസ് മാത്രമേ ആവൂ. ഇപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ സർക്കാരിന് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടാൻ പറ്റും? 8 വർഷം കഴിഞ്ഞു. സിദ്ദിഖിനെയും കൊണ്ട് ഇനി ഇവരെടുത്തും പോയി ഒരു തെളിവ് എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം റെക്കോർഡ്സ് ഉണ്ട്. പുള്ളി അന്ന് മാസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചെന്നും ഈ കുട്ടിയോടെ പോയെന്നും അതൊക്കെ പോട്ടെ, അത് കോടതി പരിശോധിക്കേണ്ട കാര്യം. ഇനി അഥവാ കസ്റ്റഡിയിൽ കൊടുത്താൽ തന്നെ പോലീസിന് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം: ഒന്ന്, സിദ്ദിഖിനെ കൊണ്ട് ജയിലിലിടുക; രണ്ടാമത് പുള്ളിയുടെ പൊട്ടൻഷ്യൽ ടെസ്റ്റ് നടത്തും. അതിൻ്റെ ഒരു സാധ്യത എന്താണ്? എന്തിനാണ് ഈ ലൈംഗിക ശേഷി പരിശോധിക്കുന്നത് ഈ വൈകിയ വേളയിൽ? അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇന്നലെ ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ശരി, പുള്ളി അറസ്റ്റ് ചെയ്യും. പിന്നെ ആരെങ്കിലും പറയുക അവൻ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി പോണ കണ്ടു, ബലാത്സംഗ ആരോപണമാണ്. ശരി, അവൻ അപ്പം തന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനതിന് ശേഷി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറ്റവിമുക്തനാവില്ലേ? ഒരു ആരോപണം അവിടെ തന്നെ റീസണബിൾ സമയത്തിനകത്ത് അവിടെ തീരുകയാണ്. അപ്പം അങ്ങനെയുള്ള കേസിൽ ഈ ടെസ്റ്റ് ഉപയോഗം ചെയ്യും. ഇത് വന്നിട്ട് 8 വർഷം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഇതാണ്. നടൻ മുകേഷിൻ്റെ കാര്യത്തിലായാലും നടൻ ഇടവേള ബാബുവിൻ്റെ കാര്യത്തിലായാലും ഇവരെല്ലാം ലൈംഗിക ശേഷി പരിശോധിക്കാനായിട്ട് കോടതി ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ, അതിൻ്റെ റിസൾട്ട് എന്തോ ആവട്ടെ. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രയോജനം? എന്താണ് ഇത് ശരിക്കും? അവരെ എന്താണ് ഇതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും? ഇതിലിപ്പോൾ ടെസ്റ്റ് നടത്തുമ്പോൾ പിന്നെ അഥവാ ലൈംഗിക ശേഷി ഇല്ല എന്ന് എക്സോയ്സൻ സിദ്ദിഖിൻ്റെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ലൈംഗിക ശേഷി ഇല്ല എങ്കിൽ 8 വർഷം മുമ്പും ഇല്ലായിരുന്നു എന്നുള്ള ഒരു അസംശയം എത്താൻ പറ്റത്തില്ല. അതെ, മനസ്സിലായി. ഇപ്പോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അന്നും ഉണ്ടായിരുന്നൊരു ഇതിൽ എത്താൻ സാധിക്കും. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് കൊണ്ട് ഇതിൽ ഈ കേസിൻ്റെ ട്രയൽ സമയത്തും വലിയ ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. അത് അല്ലെങ്കിൽ തന്നെ ടെസ്റ്റ് നടത്തട്ടെ, പക്ഷെ അതിനൊരു അറസ്റ്റും ജയിൽവാസവും ഒക്കെ അനുഭവിക്കേണ്ട ആവശ്യമുണ്ട്. കോടതിക്ക് പ്രത്യേകം ഡയറക്ഷൻ. സിദ്ദിഖിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യാവുന്ന ഏക പരിശോധന എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത് ചെയ്യാൻ പറയുമായിരിക്കാം, ഇല്ലായിരിക്കാം, അത് കോടതിയുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ തെളിവുകൾ ശേഖരിക്കാനില്ല, സാക്ഷികളെ ഒന്നും ഇനി കണ്ടെത്തേണ്ടതില്ല, എല്ലാം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. സ്വാഭാവികമായും ജാമ്യത്തിൽ വിടാം. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ട്രയൽ നേരിടേണ്ടി വരും. അതാണ് താങ്കൾ പറയുന്നത്. ശരി, ഓക്കെ. പക്ഷേ നമ്മൾ ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഇവിടെ ഒരു ഫാക്ച്വലായിട്ട് കാണേണ്ടതുണ്ട്. അതായത് ഒരു ഇര പരാതി നൽകാൻ വൈകി എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രധാന ആർഗ്യുമെൻ്റായിട്ട് നിൽക്കുന്നത്. പക്ഷേ വൈകി എന്നുള്ളത് അയാൾക്ക് മുൻകൂർ ജാമ്യം നൽകാനുള്ള തടസ്സമായി മാറുന്നില്ല. പക്ഷേ വിചാരണ വേളയിൽ അതൊരു പ്രശ്നമായി കാണേണ്ടതില്ല. വൈകിയതായാലും അത് പിന്നെ ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ പരാതി നിലനിൽക്കുന്ന 4 സുപ്രീം കോടതി വിധികൾ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സിദ്ദിഖ് വിചാരണ കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ ഇതിനെല്ലാം സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. അവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. ഇതിൽ തന്നെ ആ കുട്ടിയുടെ പരാതിയിൽ പറയുന്നത് ആ കുട്ടിയുടെ പിന്നെ ഇംഗിതത്തിനെതിരെയാണ് പ്രവർത്തിച്ചതെന്നാണ്. പക്ഷെ ഞാനിതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ആ പരാതിയിൽ തന്നെ ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് ആ ക്ലെയിമിനെ അട്ടിമറിക്കുന്നതാണ്, എല്ലാം തെളിയിക്കുന്നതാണ്. അത് ഞാൻ തൽക്കാലം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കോടതിയുടെ ഒരു വിഷയം. താങ്കളുടെ വാക്കുകൾ അനുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരാതി നൽകാൻ വൈകി എന്നതും ആ ഒരു ഫാക്ടർ അത് സിദ്ദിഖിന് ഒരിക്കലും അനുകൂലമായൊരു ഘടകമായി വിചാരണ വേളയിൽ മാറില്ല. ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സിദ്ദിഖ് കുറച്ച് ഡിഫെൻസീവ് മെക്കാനിസംസ് അവിടെ പ്രയോഗിക്കാൻ അദ്ദേഹത്തിൻ്റെ വക്കീൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് വീണ്ടും വൈകിയത് എന്ന് പറയുന്നൊരു സാധനം അദ്ദേഹം വീണ്ടും ഉന്നയിക്കാം, നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ പെൺകുട്ടി കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടയ്ക്ക് ഇട്ടിരുന്നു. അത് അന്നേരം കുട്ടിയുടെ ജീവനോ ഒന്നും ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല, സിദ്ദിഖ് മുങ്ങിയിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല, തെളിവുകൾ നശിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. പക്ഷേ മറുഭാഗത്ത് നോക്കുമ്പോൾ ഈ കുട്ടി ഇതിന് ശേഷം, ഈ സംഭവം നടന്നതിന് ശേഷം
ഒരു ട്രോമയിലായിരുന്നു, കുറേ നാൾ എന്താ പറയുക കൗൺസിലിങ്ങിന്, സൈക്കോളജി കൗൺസിലിങ്ങിനൊക്കെ വിധേയമായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദങ്ങൾ അവർ ഉന്നയിക്കുന്നു. അതിന് തെളിവുകളുണ്ട്, മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികമായി അദ്ദേഹത്തിന് തിരിച്ചടിയാകില്ലേ? അതായത് സിദ്ദിഖിന് തിരിച്ചടിയാകില്ലേ? തീർച്ചയായിട്ടും ഈ പിന്നെ ഇര ഹാജരാക്കുന്ന രേഖകൾ സിദ്ദിഖിന് തിരിച്ചടിയാവും, അതിന് സംശയമൊന്നും വേണ്ട. പക്ഷെ അത് കോടതിയുടെ അപ് ടു ദ കോർട്ട് ടു ഡിസൈഡ്. കാരണം അവിടെ ക്രോസ് വിസ്താരവും ചീഫ് വിസ്താരവും കഴിഞ്ഞ ശേഷം കോടതി യുക്തമായ ഒരു തീരുമാനം. ഇവിടെ പ്രധാനമായ ഒരു ചോദ്യം ഇപ്പോൾ തന്നെ സുപ്രീം കോടതി ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് വൈകി എന്നതിന് ഒരു റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതേ കാര്യം നാളെ വിചാരണ വേളയിലും ഇതേ ചോദ്യം ഉന്നയിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇരയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഇങ്ങനൊരു സംഗതി ഉണ്ടായി, മാനസികമായി തകർന്നു പോയി. അതിനുശേഷം എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ കൊണ്ടും അർത്ഥം കൊണ്ടും കരുത്തനായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാൻ ഭയന്നു. പരാതി കൊടുത്തിട്ട് കാര്യമില്ല. പല ആൾക്കാരും, ഈവൻ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പിന്തിരിപ്പിച്ചു. അങ്ങനെ പലവിധ കാരണങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഭൂതം, കുപ്പിയിൽ നിന്ന് തുറന്നു വിട്ടൊരു ഭൂതം പുറത്തു വന്നതോടുകൂടി നിരവധി പെൺകുട്ടികൾ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരാതികളായി ഉന്നയിക്കുന്നു, ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരുന്നു, കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ സധൈര്യം ആ പെൺകുട്ടി മുന്നോട്ട് വന്നു എങ്കിൽ അവരെ തെറ്റു പറയാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രാമപിള്ള വക്കീൽ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീഴത്തില്ലേ? അതിൽ നമ്മൾ കണക്കാക്കേണ്ട ഒരു വിഷയം, ഈ കാലതാമസം വന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിദ്ദിഖിന് എതിരായിട്ടാണ് ഹൈക്കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഇങ്ങനെ ഇപ്പോൾ പിന്നെ അനീഷ് പറഞ്ഞതുപോലെ ഇത് വെളിച്ചത്ത് വന്നപ്പോൾ എല്ലാവർക്കും ധൈര്യം വന്നു, പിന്നെ അതുകൊണ്ടാണ് പരാതി വന്നത്. അത് ഒരുപക്ഷെ ഒരാളോ മറ്റോ ആയിരുന്നുവെങ്കിൽ അതിനൊരു വിലയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞിനെ വിരിച്ചിറക്കി കണക്ക് എവിടെ പോയാലും കുറേ പെണ്ണുങ്ങൾ എന്നെ പീഡിപ്പിച്ചു, എന്നെ പിടിച്ചു, 10-29 കേസ് ആൾറെഡി രജിസ്റ്റർ ചെയ്തെന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെ എല്ലായിടത്തും നിലവിളി വരുമ്പം ഒരു കേസിൻ്റെ ആ വെയിറ്റും വിലയൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പരാതികളുടെ മെറിറ്റോടെ നിൽക്കട്ടെ, പക്ഷേ ഇതൊരു ജെനുവിൻ പരാതികളാണ് ഈ വന്നിരിക്കുന്നത് എങ്കിൽ ആ പരാതികളും പരിഹരിക്കപ്പെടേണ്ടതല്ലേ? ജെന്യുവൻ ആണോ അല്ലേ എന്നുള്ള കോടതിയിലെ തീരുമാനിക്കുന്നത്. അവർ ഇതിപ്പോൾ തന്നെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എല്ലാ വ്യക്തികളും ഇൻഡിവിജ്വലായി ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പാകെ കംപ്ലയിൻറ്റ് കൊടുക്കും, അതിൽ പരാതിയായിട്ട് സൂചിപ്പിച്ചു. പക്ഷേ അവരാരും ദേ ആർ നോട്ട് വില്ലിംഗ് ടു ഗോ ആൻഡ് ഫയൽ എ ക്രിമിനൽ കേസ് അഗൈൻസ്റ്റ് ദം. പോലീസൊക്കെ പോകുന്നില്ല, കംപ്ലയിൻറ്റ് കൊടുക്കുന്നില്ല. മനസ്സിലായി. കുറേ പേര് എല്ലാവരും എന്നെ പിടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നടക്കണം കുറേ. അതായത് പരാതികളുടെ എണ്ണം കൂടുന്തോറും പരാതിയുടെ മെറിറ്റിനപ്പുറത്തേക്ക് അതിൻ്റെ വിശ്വാസ്യത സംശയത്തിൻ്റെ നിഴലിലാകുന്നു എന്നാണ് അതാണ് ഇപ്പോൾ സുപ്രീം കോടതി സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ അനുകൂലമായി കേസ് തന്നെ ഒരുപക്ഷെ മാറിയേക്കാം. ആർക്കനുകൂലമായിട്ട്? അതായത് ഇപ്പോൾ വേട്ടക്കാരുടെ റോളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ട് മാറിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിന് ഒരു രക്ഷപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. സിദ്ദിഖ് ഈ പോക്ക് പോവുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സംശയം തീർക്കുകയാണ്. ഈ അതിജീവിതയും പോലീസും ഒക്കെ വരുത്തിയ ഡിലേക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവർക്ക് സാധിക്കുമോ എന്നാണ് ഇപ്പം സുപ്രീം കോടതി ചോദിച്ചത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനു പൂഴ്ത്തി എന്നുള്ളതിന് സർക്കാരിന് കൃത്യമായി ഉത്തരം സർക്കാരിനുണ്ടാവില്ല. പക്ഷേ ബാധിക്കപ്പെട്ടത് ആ പെൺകുട്ടിയാണ്. പെൺകുട്ടി പറയുന്നു, എൻ്റെ വിഷയം ഇതായിരുന്നു, ഞാൻ ട്രോമയിലായിരുന്നു, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അതിന് സാക്ഷികളുണ്ട്, മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് വന്നു, കുറേയധികം ആൾക്കാർ വന്നപ്പോൾ ഒരു ധൈര്യം കിട്ടി, ഞാൻ വന്നു പറഞ്ഞു. അതിലെന്താ തെറ്റ്? അതിലൊരു കുറച്ചുകൂടെ ഒരു തെറ്റുമില്ല, റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ. അതല്ല, ആ കുട്ടി അതിന് ഇത് എന്താ പറയണേ, നിയമപ്രകാരമുള്ള പരിഹാരം കിട്ടണം, ന്യായം കിട്ടണമെന്നാണല്ലോ. അത് ഈ മുൻകൂർ ജാമ്യം കൊടുക്കാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമല്ലോ അതിനുള്ള പരിഹാരം. വിചാരണയിൽ കുറ്റക്കാരനായിട്ട് ആക്കി അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടണമെന്നാണ് ആ കുട്ടിയുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം വിചാരണ വേളയിൽ ചിലപ്പോൾ വെള്ളം കുടിച്ചേക്കാം. പക്ഷേ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ കാര്യത്തിൽ അത്രത്തോളം സത്യത്തിൽ ഈ പെൺകുട്ടിക്ക് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വലിയ റോളില്ല. ഈ ജീവന ഭീഷണി എന്ന് പറയുന്നത് സ്വാഭാവികമായി എല്ലാവരും അതിന് കോടതിക്ക് അതിനുള്ള ശക്തിയുണ്ട്. കോമൺ ആർഗ്യുമെന്റ് ആണ്. അത് ഈ പിന്നെ ജാമ്യം കൊടുക്കുന്ന അവസ്ഥ കണ്ടീഷൻ വെക്കാൻ പറ്റും. മനസ്സിലായി. ഇതിലിപ്പോൾ ഈ ഒരു കാര്യത്തിൽ സിദ്ദിഖിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം മുകേഷ് അല്ലെങ്കിൽ ഇടവേള ബാബു ഇവരുടെയൊക്കെ കേസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഇത് അവർ തമ്മിൽ ലൈംഗിക ബന്ധം, അവിടെ ദർവാസ ബന്ധം എന്ന് അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ചില സാമൂഹ്യ നിരീക്ഷകർ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക നിയമവിദഗ്ധർ തന്നെ പറയുന്നു, അദ്ദേഹം ഇതങ്ങ് അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു കുറ്റം അല്ലെങ്കിൽ അങ്ങനെ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാകില്ല. അവിടെയും ഒരു കാര്യം, അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാത്ത കാര്യം അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ വസ്തുത അവിടെ നിൽക്കുമ്പോഴും ഈ പെൺകുട്ടി അവിടെ വന്നു, കണ്ടു, സംസാരിച്ചു. അത് സിദ്ദിഖും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വക്കീലും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക്
ഇതങ്ങ് അഡ്മിറ്റ് ചെയ്താൽ പോരായിരുന്നു, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്താൽ ഫോർ ദ നെയിം സേക്കെങ്കിലും അഡ്മിറ്റ് ചെയ്താൽ ഇത്രയധികം നിയമക്കുരുക്കൾ അദ്ദേഹത്തിന് ഉണ്ടാകില്ലായിരുന്നു എന്ന് ഒരു വാദം, ഒരു നിരീക്ഷണം കാണുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതിൽ എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. അത് നമ്മൾ മുൻകൂർ ജാമ്യം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ സിദ്ദിഖിന് ഒരു കൊണ്ട് വരാമായിരുന്നു. മുകേഷ് രക്ഷപ്പെട്ടത് കാരണം അവിടെ ഈ കേസ് ഇനിയിപ്പോൾ ഉള്ളത് മുകേഷിൻ്റെ കാര്യത്തിലൊക്കെ ബലാത്കാരം നടന്നോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇനിയിപ്പം ഇൻവെസ്റ്റിഗേഷൻ്റെയോ ഒന്നും കാര്യം ഒതുക്കുന്നില്ല. ശരി. അപ്പോൾ ഒരു സിദ്ദിഖിന് ഒരു മുൻകൂർ ജാമ്യം മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബലാത്കാരം നടന്നോ ഇല്ലയോ എന്ന് മാത്രമുള്ള ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. അത് കോടതിക്ക് തീരുമാനിക്കാൻ പറ്റും, പോലീസിനല്ല തീരുമാനം. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബലാത്കാരമാണ് നടന്നത് കോടതിയിലാണ് തെളിയിക്കപ്പെടേണ്ടത്. മനസ്സിലായി. അപ്പോൾ പക്ഷേ അത് ഒരുപക്ഷെ ആ ട്രയലിന് ശേഷമുള്ള വിധിയെ ബാധിച്ചേക്കാം ഈ അഡ്മിഷൻ. പക്ഷേ സിദ്ദിഖ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇരയുടെ സ്ഥാനത്തോ വേട്ടക്കാരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ തൽക്കാലം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യാത്തൊരു കാര്യം സമ്മതിക്കേണ്ട കാര്യമുണ്ടോ? അതൊരു മണ്ടത്തരമല്ലേ? മണ്ടത്തരമാണ്. എന്തായാലും ട്രയൽ കോടതിയിൽ അത് തിരിച്ചടിയാകും. അതുമല്ല, ഇപ്പോൾ വന്ന് എല്ലാവർക്കും ഈ മുൻകൂർ ജാമ്യം കിട്ടണമെങ്കിൽ സുപ്രീം കോടതി വരെ പോകേണ്ട ഒരു ഗതികേടിലാണ്. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ മുകേഷിൻ്റെ ഒക്കെയാണ് ആദ്യം, അല്ലെങ്കിൽ നമ്മളെ ഷാഹിൻ അസ്കറി ഉൾപ്പെടെ അങ്ങനെയുള്ള എല്ലാവരും സുപ്രീം കോടതി പോയാലേ ഒരു മുൻകൂർ ജാമ്യം കിട്ടൂ എന്നുള്ള അവസ്ഥ വന്നിരിക്കും. ഇവിടെ സാധാരണക്കാർക്ക് ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ വാങ്ങുന്ന ആൾക്കാരെ കൊണ്ടുവച്ച് എങ്ങനെ കേസ് നടത്താൻ പറ്റുമെന്നാണ് നമുക്കൊക്കെ പോകാൻ പറ്റും. സുപ്രീം കോടതി ഒരു മുൻകൂർ ജാമ്യത്തിനായി ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജസ്റ്റിസ് നിലനിൽക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് സംശയമാണ്. അതായത് ഷാഹിൻ അസ്കറിയുടെ കേസിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൻ്റെ വിധിയിൽ പറയുന്നു, ഷാഹിൻ അസ്കറിയ തൻ്റെ വീഡിയോയിൽ പരിശോധിച്ചു നിന്നും അദ്ദേഹം ജാതീയമായി ശ്രീധരനെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്നാലും ഞാൻ ജാമ്യം തരില്ല, മുൻകൂർ ജാമ്യം തരും. അപ്പോൾ എന്താണ് ഒരു ഒരു കുറ്റം നടന്നു എന്നതിന് പ്രഥമ ദൃഷ്ടിയ തെളിവില്ല, പക്ഷെ ജാമ്യം തരില്ല. അതെന്താ? അതാണ് പിന്നെ എന്ത് പറ്റി? ഷാഹിൻ അസ്കറി സുപ്രീം കോടതി പോയിട്ടു. എല്ലാവർക്കും പോകാൻ പറ്റില്ല. എത്ര ലക്ഷം രൂപ ചിലവായിക്കണം? ഇതൊക്കെ നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്കെതിരെ ഏതെങ്കിലും പെണ്ണുങ്ങൾ സാധാരണക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് തന്നെ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. സെക്ഷൻ 375 എന്ന് പറഞ്ഞിട്ടൊരു ബോളിവുഡ് മൂവി, അത് അക്ഷയ് ഖന്ന നായകനായിട്ടുള്ളൊരു ചിത്രമാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഒരു സിനിമാ രംഗത്തെ ഒരു സിനിമാ സംവിധായകൻ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഒരു വ്യാജ പരാതി കൊടുക്കുന്നു. ആ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ ഒരു പ്രണയം, ഒരു റിലേഷനൊക്കെ ഉണ്ടായിരുന്നു, ഈവൻ ലൈംഗിക ബന്ധം പോലും ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഏതോ ഒരു ഘട്ടത്തിൽ തെറ്റിയപ്പോൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പരാതി കൊടുക്കുന്നു. ദെൻ ട്രയൽ കോടതി കേസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരായിട്ട് വിധി വരുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നു. അവിടെയും ഈ പറയുന്നത് പോലെ പ്രഗത്ഭനായ ഒരു വക്കീൽ വന്ന് വാദിക്കുന്നു, സമർത്ഥിക്കുന്നു. ഈ പെൺകുട്ടി പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് സ്ഥാപിക്കുന്നു. പക്ഷേ കോടതി ഏറ്റവും ഒടുവിൽ നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്, സംഭവം നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, പക്ഷേ പെൺകുട്ടിക്ക് അനുകൂലമായിട്ട് വിധി വരാൻ പറ്റും. അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്. ഇപ്പോൾ സമകാലിക സാഹചര്യത്തിൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരുപാട് പരാതികളും ആക്ഷേപങ്ങളും വരുമ്പോൾ ഈ സിനിമയ്ക്ക് ഒരു പ്രാധാന്യം, ഒരു സോഷ്യൽ റെലവൻസും സിഗ്നിഫിക്കൻസും വരുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ വരുന്ന പരാതികൾ അങ്ങനെ അതുമായി ചേർത്ത് വായിക്കാവുന്ന ഒരു പരാതികളാണോ? അല്ല, ആ സിനിമയിൽ അതിനോ റീസൺ കോടതി പറയുന്നുണ്ടോ? ഈ സ്ത്രീക്ക് അനുകൂലമായിട്ട് മാത്രമേ വിധിക്കാൻ പറ്റൂ എന്ന് അതിനൊരു റീസൺ പറയുന്നുണ്ടോ? സ്ത്രീക്ക് അനുകൂലമായി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കള്ളം പറയില്ല എന്നാണ്. അല്ല, അതിൽ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് കൃത്യമായി ഒരു വിധി പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ജഡ്ജി പുറത്തിറങ്ങി കോടതിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ടൊരു രംഗമാണ്. അതിൽ മോബ് അജിറ്റേറ്റഡ് ആണ്. മീഡിയ ഈസ് അഗെയിൻസ്റ്റ് കോർട്ട്, മീഡിയ ഈസ് അഗെയിൻസ്റ്റ് റേപ്പിസ്റ്റ്. ലോകം മുഴുവൻ പ്രതിക്കെതിരാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറിച്ചൊരു വിധി പറയാൻ കോടതി ഭയക്കുന്നു. ഇതാണ് ഒരു കാരണം. ദെൻ ഈ വാദി പ്രതിയുമായി ഉണ്ടായിരുന്ന ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സാന്ദർഭികമായി ചില കള്ളങ്ങൾ പറയുന്നുണ്ട്. അത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് കോടതിയുടെ ശ്രദ്ധ കൊണ്ടുവരാൻ നല്ലൊരു ഇൻറ്റൻഷനോടുകൂടി ചില ഗിമിക്കുകൾ നടത്തുന്നുണ്ട്. ആ ഗിമിക്കുകൾ കോടതിയിൽ വെച്ച് തന്നെ പൊളിച്ച് അടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൊളിയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ കോടതി കൃത്യമായൊരു നിഗമനത്തിലെത്തി. ബട്ട് ദേ ആർ ഹെൽപ്ലെസ്. നീതി എപ്പോഴും ഇരയ്ക്ക് ലഭിക്കണം എന്ന് പറയുന്നവർ ശരിക്കും ഇരയാര്, വേട്ടക്കാരനാര് എന്ന് കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നതായിട്ടാണ് ആ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെല്ലാം നല്ല ഉദ്ദേശത്തോടു തന്നെ ഉണ്ടാക്കുന്നത്.
പക്ഷേ ചില ആൾക്കാർ വന്നിട്ട് അതിൻ്റെ ആൻറ്റി അഡ്വാൻറ്റേജ് എടുക്കാറുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട അന്തരിച്ച ഉമ്മൻചാണ്ടി സാർ എൻ്റെ 10-75 വയസ്സായപ്പോൾ എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നു. കാരണം ഒരു സ്ത്രീ മുന്നോട്ട് വരികയാണ് ഒരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനുഭവം തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള എനിക്ക് തോന്നുന്നൊരു 100 കേസ് വന്നു കഴിഞ്ഞാൽ അതിലൊരു 3-4 കേസൊക്കെയാണ് യഥാർത്ഥത്തിൽ ജെന്യൂനായിട്ടുള്ളത്. ബാക്കി ഒരു 97% കേസുകളും ഇതുപോലെ എന്തെങ്കിലും പ്രതികാരങ്ങൾ കാണിക്കാനോ, കാരണം ഒരു ആളുടെ ജീവിതം തന്നെ തകർക്കാൻ പറ്റുമെന്നേ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ നമുക്കെതിരെ അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം അതുകൂടെ തകരുകയാണ്. പക്ഷേ ഇതിലൊരു കാര്യം, ഇപ്പോൾ ഈ വീഡിയോ സംപ്രേഷണം ചെയ്യുമ്പോൾ, ഈ ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്ത് കഴിയുമ്പോൾ കമൻസിൽ വരാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? സിദ്ദിഖിൻ്റെ കയ്യിൽ നിന്ന് എത്ര കിട്ടി എന്നുള്ളൊരു ചോദ്യമായിരിക്കും. കാരണം സെക്ഷൻ 375 എന്ന് പറയുന്ന നിയമം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന നിയമങ്ങളിൽ ഒന്നാണ്. അതായത് പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമം. ഇപ്പം മറുനാടൻ ഷാനിസ്കറിയ കേസിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി വരെ പോയി ഇതൊരു ശുദ്ധ അസംബന്ധമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് ദുരുപയോഗം ചെയ്യുന്നത് പോലെ തന്നെയാണ് 375 എന്ന് പറയുന്ന വകുപ്പിൻ്റെ ദുരുപയോഗവും. ഇപ്പോൾ വന്ന എല്ലാ ഇരകളും എന്താ പറയുക, ഫേക്ക് പെറ്റീഷൻ കൊടുത്തവരാണെന്നോ ബാധിക്കപ്പെട്ടവരല്ലെന്നോ അവർ ശരിക്കും ഇരകളല്ലെന്നോ എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നില്ല. ബട്ട് ദർ ഈസ് എ ചാൻസ്. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്പേഴ്സ് ഇങ്ങനെ പ്ലെൻറ്റി ഓഫ് പരാതീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരാതികൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ശരിയേത് തെറ്റേത് എന്നുള്ളത് യുക്തിഭദ്രമായി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പലതും ഇവരാരും വിശുദ്ധ പശുക്കളാണെന്നൊന്നും ഒരിക്കലും ഒരു അഭിപ്രായവും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ കൃത്യമായി ഈ ചില പരാതികൾക്ക് അത് പോലീസുകാർ തന്നെ പറയാതെ പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, സാമ്പത്തിക ഇടപാടുകൾ പോലും ചിലർ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പോലീസുകാർ. ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു. സാന്ദർഭികമായ സെക്ഷൻ 375 എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഉദാഹരണം കൂടെ ഉദാഹരിക്കുമ്പോൾ പലരും പറയുന്നു സിദ്ദിഖിൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടോ എന്ന് പോലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? സിദ്ദിഖിൻ്റെ നിന്നുള്ള കാശ് വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ഇനി അങ്ങനെ പറയണം കേട്ടോ. നമുക്ക് കാശിന് വേണ്ടി, കാരണം എന്തായാലും ഉച്ചവരെ എൻ്റെ ധാരണ സിദ്ദിഖിന് ഈ മുൻകൂർ ജാമ്യം കിട്ടില്ല എന്നത്. കാരണം ഐ വാസ് ടോട്ടലി ബിലീവിങ് ദ ഹൈക്കോർട്ട് ജഡ്ജ്മെൻറ്റ് ഒരു പ്ലെയിൻ റീഡിങ്ങിൽ. അതിനുശേഷം നടത്തിയൊരു എൻ്റെ ഒരു റിസർച്ചിലാണ് 4 കോടതി വിധികൾ എടുത്തു പറഞ്ഞതെല്ലാം ഫാക്ട് സിറ്റുവേഷൻ ഇറ്റ് വാസ് നോട്ട് അറ്റ് ആൾ ആപ്ലിക്കബിൾ ടു ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദിസ് കേസ്. മനസ്സിലായി. അതോടുകൂടിയാണ് ഞാൻ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എൻ്റെ ഇത്. പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടു, സിദ്ദിഖിനെ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള വെരി അല്ല, അങ്ങനെ തന്നെയാണ് നിയമവിദഗ്ധരെല്ലാം തന്നെയും. കാരണം സുപ്രീം കോടതി ഇങ്ങനെയുള്ള ബലാത്സംഗ കേസുകളൊന്നും ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് പൊതുവെ നിയമം അറിയാവുന്നവരൊക്കെ വിലയിരുത്തിയത്. പക്ഷെ അതിന് അഗേൻസ്റ്റ് ആയിട്ട് വന്നു. പക്ഷെ അതിന് കാരണങ്ങൾ ഈ പറയുന്ന വിധി മറ്റു കാര്യങ്ങളാണ്. ഹൈക്കോടതി പിന്നെ ഈ സർക്കാരിനോടും ആ അതിജീവിതയോടും ഈ ഡിലേക്കുള്ളൊരു റീസണബിൾ എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ട് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ സിദ്ദിഖിൻ്റെ ഭാവി, ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിൻ്റെ ഭാവി എന്ന് പറയുന്നത് സർക്കാർ കൊടുക്കുന്ന മറുപടി, അതിജീവിത കൊടുക്കുന്ന മറുപടി എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ല അങ്ങനെ ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ മുൻകൂർ ജാമ്യം നോക്കുന്നത്. പല 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 ഘടകങ്ങൾ ഒരുമിച്ച് നോക്കി അതിൻ്റെ എല്ലാം കൂടെ ആകെ തുക എടുത്തിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ബെയിൽ കിട്ടാൻ തന്നെയാണ് സാധ്യത എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഇനി അങ്ങനെ തന്നെയാണ്. പക്ഷേ വിചാരണ വേളയിൽ എല്ലാത്തിനും സമാധാനം ബോധ്യപ്പെടുത്തി അത് വേണമല്ലോ. അത് സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. തെളിവുകൾ നിരത്തി സ്ഥാപിക്കണം. ഒരു കാര്യം അവിടെ ഒന്ന് ചോദിച്ചു. അല്ല, തെളിവുകൾ നടത്തി സിദ്ദിഖിന് തെളിവൊന്നും കൊടുക്കേണ്ട. പ്രോസിക്യൂഷനാണ് തെളിവുകൾ വെച്ചിട്ട് സിദ്ദിഖ് കുറ്റക്കാരനാണ് തെളിയിക്കാരനാണ്. അപ്പോൾ അതിന് നിലവിൽ ലഭിച്ചത് മസ്കറ്റ് ഹോട്ടലിലെ ജീവനക്കാരുടെ മൊഴി, ഈ പെൺകുട്ടി പറഞ്ഞ സമയത്ത് അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല്, അദ്ദേഹം അവിടെ വന്നിരുന്നു, മൊബൈൽ ലൊക്കേഷൻ, ടവർ ലൊക്കേഷൻ, പിന്നെ എല്ലാത്തിനും ഉപരി ഈ പെൺകുട്ടി അവിടെ വന്നിരുന്നു എന്ന് സിദ്ദിഖ് തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ അടച്ച റൂമിനകത്ത് ഇവർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല. ആ റൂമിനകത്ത് ഉണ്ടായിരുന്നവർക്ക് മാത്രമേ നടന്നിട്ടുള്ളതൊന്നുമില്ല, ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്നാണ്. അതെ, എക്സാക്ട്ലി. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതിനകത്തുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് അതിനകത്ത് ഇന്ന കാര്യമാണ് നടന്നത് എന്ന് എങ്ങനെ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്നു, സമർത്ഥിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും സിദ്ദിഖിന്റെ വിധി. തെളിവുകളുടെ അവിടെ സിദ്ദിഖിന് എന്തെങ്കിലും മറുമരുന്നുണ്ടോ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ എന്തായിരിക്കും വഴി, പുള്ളിയുടെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്തായിരിക്കും, അത് നമുക്ക് കുറ്റപത്രമൊക്കെ ഫയൽ ചെയ്ത് എന്തൊക്കെ തെളിവുകളുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് വിധി പോലീസ് എന്ത് പറയുന്നു അതിനനുസരിച്ചിരിക്കും തെളിവിന്റെ അടിസ്ഥാനത്തിൽ. മനസ്സിലായി. ട്രയൽ കാര്യം ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. കാരണം ഇത് അന്വേഷണം ആരംഭഘട്ടത്തിലാണ്. മനസ്സിലായി. ഏതായാലും
ഇപ്പോൾ 2 ആഴ്ചത്തെ സമയമുണ്ട്, സർക്കാർ എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ. സിദ്ദിഖ് അല്ലെങ്കിൽ അതിജീവിത അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് എന്താണെന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എന്താണെന്നുള്ളത്. അല്ല, അതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ 2 ആഴ്ചക്കകത്ത് ഒന്നും നടന്നു വരില്ല. ചിലപ്പോൾ 5 or 6 1 വർഷം എടുത്തെന്ന് വരാം. അതുവരെ ഈ അന്വേഷണം നടക്കും. അല്ലെ, മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം 3 ആഴ്ചക്കകത്ത് വെച്ച് തീരുമാനമാവത്തില്ലേ? ജാമ്യത്തിന്റെ കാര്യം അങ്ങനെ പറയാൻ പറ്റൂല. എല്ലാം കോടതിയിലെ കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ? ഇന്നലെ തന്നെ ഈ 1.5 മണിക്കകത്ത് 62 കേസ് കേട്ടു. അപ്പോൾ അതുകൊണ്ട് സിദ്ദിഖിന് വീണ്ടും അഡ്വാൻറ്റേജ് കിട്ടും. ഈ സമയത്ത് അന്വേഷണമായിട്ട് സഹകരിക്കാൻ പറ്റും. എന്നിട്ട് കോടതിയോട് പറയാൻ പറ്റും, ഇതാ എൻ്റെ വക്കീൽ പറയും എൻ്റെ കക്ഷി സഹകരിക്കുന്നുണ്ട്, ആ പുള്ളി ഒരു ഇതും വിറ്റ്നസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല, ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് കണ്ടീഷണൽ ബെയിൽ കൊടുക്കണം, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. മനസ്സിലായി. കോടതി പറയുന്ന എന്ത് നിബന്ധനയും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഓക്കെ. സംഗതി ഓക്കെ. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.